ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ SSLC ബയോളജി എക്സാമിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സൂപ്പർ ഈസി ആയിരുന്നു എന്നുള്ളത് എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും കമൻസും പിന്നെ നമ്മൾ JDT സ്കൂളിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും റെസ്പോൺസും ഒക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മിസ് എന്തിനാണ് ഇവിടെ വെച്ചത്, ഇവിടെ റിയൽ യക്ഷി നിൽക്കുകയല്ലേ എന്നല്ല, നമ്മളുടെ ഈ ഒരു യക്ഷിയുടെ ഷോർട്സ് നമ്മളിതെല്ലാം ചെയ്യുന്നതിന് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലേ. അപ്പം നമ്മളുടെ ഈ യക്ഷിയുടെ ഷോർട്സിൽ നമ്മൾ അലൻ സാറ് ബയോളജി എക്സാമിന് വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ നമ്മളുടെ എക്സാമിന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഷോർട്സ് ഒന്നുകൂടി കാണാം. ഓക്കെ, അപ്പോൾ ദേ വന്നു നമ്മുടെ ഷോർട്സ്. ആത്മാവേവ 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 ആത്മാവേ ആത്മാവേ നീ എവിടെയാ? ആത്മാവ്, ആത്മാവിൻ്റെ പേരെന്താ? അർച്ചന. അതെ, നാളെയല്ലേ എൻ്റെ ബയോളജി പരീക്ഷ. അപ്പോൾ എനിക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ചോദിച്ചോട്ടെ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനെ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ദ ബോഡി ബാലൻസ്? സെറിബെല്ലം. അപ്പോൾ ഫ്രൂട്ട്സ് പഴുക്കാനുള്ളൊരു ഹോർമോൺ എത്തിലീൻ. ഓ ഓക്കെ, എനിക്ക് ഒരു ചോദ്യം കൊണ്ട് 6 മാർക്കിന് ചോദ്യമാണ് മൈലിൻ ഷീറ്റിനെ പറ്റിയിട്ട് എഴുതാൻ. അതെ, ഞാൻ ഒരു ഫുൾ ടൈം പാർട്ട് ടൈം എക്സാമിനുള്ള ടീച്ചറാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 എൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ, അതല്ലേ ബെറ്റർ? ഇന്ന് വൈകുന്നേരം ലൈവിൽ വരില്ലേ? അങ്ങനെ നമ്മളുടെ ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മളുടെ ബയോളജി എക്സാം സൂപ്പർ ഈസി ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു ഒറ്റ ഷോർട്സിൽ നമ്മൾ അലൻ സാർ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മളുടെ മൂന്നാമത്തെയും അതുപോലെ 14ാമത്തെയും ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മളെ യക്ഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ലൈവിൽ വന്നാൽ പറഞ്ഞിരുന്നു. ആൻഡ് അതേപോലെ യക്ഷി എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ യക്ഷി പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മിസ് ഇപ്പം എൻ്റെ മക്കൾക്ക് കാണിച്ചു തരും. നിങ്ങളെല്ലാവരും അത് അടിപൊളിയായിട്ട് എഴുതിയെന്ന് മിസ്സിന് അറിയാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്താണ്, നമ്മളുടെ ഫിസിക്സും മാത്സും അതല്ലേ, അത് നമ്മളുടെ എക്സാമിനർ പ്രവചിച്ചത് മാത്രമേ വരുള്ളൂ മക്കളെ. അപ്പോൾ ഇന്ന് എൻ്റെ മക്കളെ ആരും മറക്കരുത്, ഇന്ന് 7:30 നമ്മളുടെ ഫിസിക്സ് കിങ് ഇറങ്ങുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് നിങ്ങളുടെ എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ ബയോളജിക്ക് പ്രവചിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫസ്റ്റ് തന്നെ മുതൽ മിസ് ഓരോ ഓർഡറിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു പ്ലനറി ആൻഡ് ഹൗസ് ഫ്ലൈ നമ്മളെല്ലാം മാച്ച് ചെയ്ത് പഠിച്ചതാണ് അല്ലേ. ഓക്കെ, പിന്നെ നമ്മളുടെ ആ ഒരു ഏരിയ എന്താണ്, കാർഡിയോളജി, ഓങ്കോളജി അല്ലേ, അതങ്ങനെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ പ്ലാന്റ് ഹോർമോൺസ്, ഇവിടെയാണ് നമ്മളുടെ അലൻ സാറിൻ്റെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് അല്ലേ. എത്തിലീൻ, നമുക്കറിയാം എത്തിലീൻ എന്ന് പറയുന്നത് പഴങ്ങളെ പഴുപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തെറ്റായിട്ടുള്ള ആൻസർ ആണെന്നുള്ളത്. ഇവിടെ എന്താ പറഞ്ഞത്, ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് ആരാണ്, നമ്മളുടെ ഓക്സിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനും കിട്ടി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഷുവർ ഷോർട്ടിൽ ലൈവ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഈ ഫീമെയിൽസിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ മെയിൽസിൻ്റെയും തന്നിട്ട് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, എന്തുകൊണ്ടാണ് ഇത് ഫീമെയിൽ ആയത്, എന്തുകൊണ്ടാണ് മെയിൽ ആയത്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി മക്കളെ നമ്മളുടെ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ എല്ലാത്തിലും മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നമ്മളെ ഹോമിനോയിഡ്, ആന്ത്രോപ്പോയിഡ്, സർക്കോപൊയ്ഡികോയിഡ് എന്നുള്ളത്, അതിൻ്റെ എക്സാമ്പിൾ ആൻഡ് അവരുടെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് അതിൽ ഓരോരുത്തർ ആൾക്കാരെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നലെ ചെയ്ത് പഠിച്ചതാണ്. ആൻഡ് നമ്മളുടെ സ്വന്തം ന്യൂറോൺ, ഓക്കെ, ഓരോരുത്തരുടെയും പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഫങ്ഷൻസും അങ്ങനെ തന്നെ നമ്മളുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മളുടെ ക്രോസിങ് ഓവർ, ഓക്കെ, വേരിയേഷൻസ് എങ്ങനെയാണ് ഈ ക്രോമസോമുകളുടെ മുറിഞ്ഞു മാറ്റം വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്, സെയിം ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമ്മൾ ചെയ്തത്. പിന്നെ ഇരിക്കുന്നു നമ്മൾ ഇന്നലത്തെ ലൈവിൽ നമ്മുടെ സ്കൂട്ടർ വരുന്ന ആ ഒരു കുറച്ച് മുന്നേ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ആ ഒരു കമൻസ് കണ്ടിട്ട് മിസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നുകൂടെ ഇന്നലെയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ ഒരു അസുഖവും അവരുടെ വെക്ടേഴ്സും അല്ലെ. നമ്മൾ മാൻ എന്ന് പറഞ്ഞ കോഡ് ഉണ്ടാക്കി പഠിച്ചു. മലേറിയ ആണെങ്കിൽ അനോഫിലസ് മൊസ്കിറ്റോ ആൻഡ് FC ഫ്രൈഡ് ചിക്കൻ നമ്മളെ ഫൈലേറിയാസിസ് ക്യുലെക്സ് മൊസ്കിറ്റോ. ഓക്കെ, അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പെട്ടെന്ന് ചൂടുള്ളൊരു സാധനത്തോട്ട് കൈവലിക്കുന്നു, കണ്ണിലേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്നു, കണ്ണടയ്ക്കുന്നു. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതേപോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പിന്നെ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, യെസ്
നമ്മളുടെ തിയറി പാൻസ്പേർമിയ എന്ന് പറയുന്ന തിയറി. അപ്പോൾ പാൻസ്പേർമിയ എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയുടേതും അതിൻ്റെ ഒരു എവിഡൻസും ഇവിടെ വീണ ഉൽക്കകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓർഗാനിക് സാമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ ബ്രെയിൻ. ഇതാ ഇവിടെ ഇരിക്കണോ നമ്മളുടെ അലൻ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം ഇവിടെ ഇരിക്കുന്നു. മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി, നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ എല്ലാ പാർട്സും അതിൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഇനി മക്കളെ നമ്മളുടെ ഹിമോഫീലിയ ഏതാണ് ഈ അസുഖം? കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത്. എങ്ങനെ നമുക്കൊരു ടെമ്പററി റിലീഫ്, തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസം എങ്ങനെ കിട്ടാം? അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ മക്കളെ നമ്മളുടെ ഇൻസുലിൻ അല്ലെ, ഇന്ന് കൂടെ നമ്മൾ ആ സ്കൂളിൽ പോയപ്പോൾ നമ്മുടെ കുട്ടികൾ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു, പക്ഷേ ഇൻസുലിൻ വന്നു, ഡയബറ്റിക്സ് വന്നു, അതിൻ്റെ സിംറ്റംസ് ചോദിച്ചു. അതെല്ലാ ക്വസ്റ്റ്യൻസും വരെ നമ്മൾ ലൈവിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പറഞ്ഞ മോളുടെ മുഖം. ഓക്കെ, അതങ്ങനെ തന്നെ. പിന്നെ ഒരു മോനും അതുപോലെ തന്നെ പറഞ്ഞു, രണ്ടുപേരും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അതിനോട് മിസ്സിനോട് ചോദിച്ചു, മിസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണോ, ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരട്ടെ എന്നൊക്കെ മിസ്സിനോട് പറഞ്ഞു. രണ്ടുപേരും, ഒരു മോളും പറഞ്ഞു ഒരു മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മക്കളേതേ നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ്, നമ്മൾ ആ പ്രോട്ടീൻ സിന്തസിസിൻ്റെ അല്ലെ ജീൻ ഓഫ് ആക്ഷൻ്റെ ചിത്രം വെച്ചിട്ട് മിസ് ഇങ്ങനെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് നമ്പർ വൈസ് ചോദിക്കും. ആൻഡ് ഫ്ലോ ചാർട്ടിൽ മിസ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ ഫ്ലോ ചാർട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് ആരാ ഇരിക്കണേ? നമ്മളുടെ നാച്ചുറൽ സെലക്ഷൻ അല്ലേ? നമ്മളുടെ ചാൾസ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ആ ടേബിൾ ഫ്ലോ ചാർട്ട്. പിന്നെ ആരാണ് ഇരിക്കുന്നത്? അതേ സെൻറ്റൻസ് ആണ്. ഓക്കെ, നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട്, അതുപോലെ തന്നെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കൂടുതലുള്ള നമ്മളുടെ യെല്ലോ സ്പോട്ട്, പിന്നെ നമ്മളുടെ ഒപ്റ്റിക് നെർവിനെ കുറിച്ചും, പിന്നെ നമ്മളെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ, നമ്മളെ ബാക്ടീരിയനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇരിക്കണു നമ്മളെ ഫാഗോസൈറ്റോസിസ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ തന്നെ മക്കൾ പോകരുതെന്ന്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മളുടെ ഫാഗോസൈറ്റോസിസ്. പിന്നെ ദേ അടുത്തതിരിക്കണു നമ്മളുടെ കണ്ണ്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ദേ ഇരിക്കണു. ഓക്കെ, പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി, ട്രാൻസ്മിറ്റ് ഇമ്പൾസസ്. നമ്മൾ കണ്ണിനെ മൊത്തത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ണിനെ മൊത്തത്തിൽ വരച്ച് എല്ലാ പാർട്സിൻ്റെയും ഫംഗ്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഇരിക്കുന്നു നമ്മളുടെ ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ, ഗ്രോത്ത് ഫേസിന് ശേഷം കൂടിക്കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മളുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് യക്ഷി പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവിൽ വന്നാൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ പറഞ്ഞു തന്നു. അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ സന്തോഷമായി സമാധാനത്തോടെ ഇരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ഒന്നുകൂടി നമ്മളുടെ സന്തോഷം ലാസ്റ്റാണല്ലേ? നമ്മളെ ബയോളജി എക്സാം കഴിഞ്ഞു. ഇനി SSLCയിൽ നമ്മൾ ബയോളജി നമ്മൾ പഠിക്കില്ലെങ്കിൽ നമ്മൾ +1 പഠിക്കുക. അപ്പോൾ എൻ്റെ മക്കളുടെ സന്തോഷം ഒന്നുകൂടി നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ സ്വന്തം അലക്സ് സർ നമ്മളുടെ ഫിസിക്സ് കിങ് ഇറങ്ങുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻസ് ഫുള്ള് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നമ്മളുടെ എക്സാമിനറിൽ പറയാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ആരും തന്നെ നമ്മളുടെ എക്സാം പേപ്പറിൽ കാണില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല. അത് എക്സാമിനറിൻ്റെ വാശിയാണ്, എക്സാമിനറിൻ്റെ ഉറപ്പാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇന്ന് വൈകുന്നേരമുള്ള നമ്മൾ അലക്സ് സാറിൻ്റെ ലൈവിന് വരിക. നമുക്ക് ഫിസിക്സ് എക്സാം ഇതിലും സൂപ്പർ ഈസി ആക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ടാറ്റാ.